ഹായ് ഫ്രണ്ട്സ്, അട്രാക്ഷൻ എന്ന് പറയുന്നത് ലുക്ക് മാത്രമല്ല, അത് നമ്മുടെ എനർജി, മൈൻഡ് സെറ്റ്, പ്രസൻസ് ഇതെല്ലാം കൂടി ഒത്തുവരുന്ന ഒന്നാണ്. സോ അതിനാൽ തന്നെ പല ആളുകളെയും അൺഅട്രാക്റ്റീവാക്കി മാറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ പോലും തിരിച്ചറിയാത്ത നിങ്ങളെ അൺഅട്രാക്റ്റീവാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ആളുകൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതിനെ വിലമതിക്കില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ആദ്യം ടെസ്റ്റ് അയക്കുകയാണെങ്കിൽ, എല്ലായ്പ്പോഴും അതേ എന്ന് പറയുകയാണെങ്കിൽ, എല്ലായ്പ്പോഴും അവരുടെ സൗകര്യത്തിന് ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ മിസ്റ്ററിയും വാല്യൂവും ഇല്ലാതാകും. ലെസൺ, സന്നിഹിതരായിരിക്കുക, പക്ഷേ എപ്പോഴും പ്രെഡിക്റ്റബിൾ ആയിരിക്കരുത്. നിങ്ങളെ മിസ് ചെയ്യാൻ ആളുകൾക്ക് അവസരം നൽകുക. രണ്ടാമത്തേതാണ് സീക്കിംഗ് വാലിഡേഷൻ ഇൻസ്റ്റൻറ്റ് ഓഫ് റെസ്പെക്റ്റ്. നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുകയാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളുടെ നീഡിനെസ് അനുഭവപ്പെടുന്നു. നിങ്ങൾ എത്രത്തോളം അംഗീകാരം തേടുന്നുവോ അത്രയും കുറവ് ലഭിക്കും. ലെസൺ, ആത്മവിശ്വാസം ഉച്ചത്തിലല്ല, അത് നിങ്ങളുടെ നിശബ്ദതയിലാണ്. നിങ്ങളെ ബഹുമാനിക്കാത്തപ്പോൾ നടക്കാനുള്ള നിങ്ങളുടെ കഴിവിലാണ്. നമ്പർ 3, ബീയിങ് ഓവർലി പ്രഡിക്റ്റബിൾ. നിങ്ങൾ ചെയ്യാൻ പോകുന്നതോ പറയാൻ പോകുന്നതോ ആയ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് ഊഹിക്കാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളൊരു ബോറിംഗ് പേഴ്സൺ ആയിരിക്കും. സോ മിസ്റ്ററിയും അൺപ്രഡിക്റ്റബിലിറ്റിയും നിങ്ങളെ അട്രാക്റ്റീവായി നിലനിർത്തുന്നു. ലെസൺ, നിങ്ങളുടെ ചില ഭാഗങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുക, ആളുകൾ അത്ഭുതപ്പെടട്ടെ. നമ്പർ 4, ട്രൈയിങ് ടു ഹാർഡ് ടു ഇംപ്രസ്. അമിതമായി വിശദീകരിക്കുക, ഷോ ഓഫ് കാണിക്കുക, അല്ലെങ്കിൽ നിരന്തരം സ്വയം തെളിയിക്കുക എന്നിവ അരക്ഷിതാവസ്ഥയുടെ അടയാളങ്ങളാണ്. ശരിക്കും ആകർഷകരായ ആളുകൾ വിശദീകരിക്കുന്നില്ല, അവർ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുന്നു. ലെസൺ, കുറച്ച് സംസാരം, കൂടുതൽ സാന്നിധ്യം, നിങ്ങളുടെ ഊർജം പ്രവർത്തിക്കട്ടെ. നമ്പർ 5, നോട്ട് ഹാവിങ് യുവർ ഓൺ ലൈഫ്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും മറ്റൊരു വ്യക്തിയിൽ, ബന്ധം, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ നിങ്ങൾക്ക് ആകർഷകത്വം കുറയും. സ്വാതന്ത്ര്യം കാന്തികമാണ്. ലെസൺ, നിങ്ങളുടെ സ്വന്തം ലോകം നിർമ്മിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് വിരാജിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടാകും. നമ്പർ 6, ഓവർ എക്സ്പ്ലെയിനിങ് ആൻഡ് ജസ്റ്റിഫൈയിങ് യുവർ സെൽഫ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ വികാരങ്ങൾ എന്നിവ എല്ലായ്പ്പോഴും വിശദീകരിക്കുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടും. എല്ലാവരും വിശദീകരണം അർഹിക്കുന്നില്ല. ലെസൺ, കുറച്ച് മാത്രം പറയുക, സമർത്ഥമായി നീങ്ങുക, ആളുകൾ അത്ഭുതപ്പെടട്ടെ. നമ്പർ 7, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് വീക്ക്നെസ്. വികാരങ്ങൾ ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ തകർക്കാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആളുകൾക്ക് ബഹുമാനം നഷ്ടപ്പെടും. ശക്തി ആകർഷകമാണ്. ലെസൺ, മുതിർന്നവരെ പോലെ നിങ്ങളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യുക, അവ പ്രോസസ്സ് ചെയ്യുക, എന്നാൽ നിങ്ങളെ നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കരുത്. നമ്പർ 8, ലാക്ക് ഓഫ് പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് പ്രസൻസ്. ഇത് നന്നായി വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ സ്വയം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചാണ്. കുനിഞ്ഞു നടക്കുക, യാതൊരു ബോധ്യവുമില്ലാതെ സംസാരിക്കുക, ഐ കോണ്ടാക്റ്റ് പുലർത്താതിരിക്കുക, ഇതെല്ലാം നിങ്ങളെ ബലഹീനരായി തോന്നിപ്പിക്കുന്നു. ലെസൺ, നിവർന്നു നിൽക്കുക, സ്പേസ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതുപോലെ നടക്കുക, നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. നമ്പർ 9, ലിവിങ് വിത്തൗട്ട് എമിഷൻ. ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ശ്രദ്ധ നേടുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വെറും ശൂന്യമാണ്. ലക്ഷ്യവും അഭിനിവേശവും ദിശാബോധവും ഉള്ളവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു. ലെസൺ, നിങ്ങളെക്കാൾ വലിയൊരു ദൗത്യം ഉണ്ടായിരിക്കുക. ദിശാബോധമുള്ള അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാവുന്നവരെ ആളുകൾ ബഹുമാനിക്കുന്നു. നമ്പർ 10, ടാക്കിംഗ് ടു മച്ച് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും താല്പര്യമുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിരീക്ഷിക്കുന്നു, ആഴത്തിൽ പ്രതികരിക്കുന്നു. ലെസൺ, കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക, നിഗൂഢത ശക്തിയാണ്.